നമസ്കാരം. വിറ്റേക്കറുടെ ആ അറ്റുപോയ തല കയ്യിലെടുത്തുകൊണ്ട് ഡസൻ റൈസ് ആ വാചകം പറയുമ്പോൾ ശരിക്കും ഒരു കുളിര് ആ കാഴ്ച കാണുന്ന ആൽബർട്ടിനും ഒപ്പമുള്ളവർക്കും ഉണ്ട്. ഡയലോഗ് പറഞ്ഞതിന് ശേഷം ഡസൻ റൈസ് ആ തല തറയിലോട്ട് നിന്നിട്ടു. ഡസനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്വപ്നത്തിന്റെ എൻഡാണ് ഉണ്ടായിരിക്കുന്നത്. 11 കൊല്ലങ്ങൾക്ക് മുമ്പ് അവനും അവന്റെ അമ്മയും ആക്രമിക്കപ്പെട്ടപ്പോൾ നിസ്സഹായനായി ഫോർബിഡൻ സിറ്റിയിൽ നിന്ന് നാടും വീടും ഉപേക്ഷിച്ച് ഒളിച്ചോടേണ്ടി വന്ന ആ ഡസ്റ്റിൻ ഇതാ പ്രതികാരം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അന്ന് വെസ്റ്റ്ലുക്കോസിയുടെ ആ രാജകുടുംബത്തെ സംരക്ഷിക്കാൻ ചുമതലയുണ്ടായിരുന്ന ജനറൽ സ്റ്റാറ്റ്ഫോർഡ് എന്ന വിറ്റേക്കറും ലോറൻസയും ശരിക്കും ചതി പ്ലാൻ ചെയ്തതുകൊണ്ട് മാത്രമാണ് അന്ന് ഡസൻ റൈസിന്റെ അമ്മയും കൂടെയുള്ള ആളുകളുമൊക്കെ കൊല്ലപ്പെട്ടത്. ആ ചതിക്ക് ഇതാ പകരം വീട്ടിയിരിക്കുകയാണ്. വിറ്റേക്കറുടെ തല തറയിൽ വീണ് ഉരുണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഡസ്റ്റൻ ആദം സ്പാനറോട് പറഞ്ഞു, ആദം, താങ്ക് യു, നീ സമയത്ത് എത്തിയത് കൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു. ലോഗൻ, എന്നോടല്ല താങ്ക്സ് പറയേണ്ടത്. സത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്തതും ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്തതുമൊക്കെ ഹൈനസ് പ്രിൻസസ്സാണ്. പ്രിൻസസ് മാർഗരറ്റ് നന്നായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ ഭംഗിയായി നടന്നതെന്ന് ആദം സ്പാനർ പറഞ്ഞപ്പോൾ ഡസൻ റൈസ് മാർഗരറ്റ് നേരെ തിരിഞ്ഞു. പ്രിൻസസ്, താങ്ക് യു. ലോഗൻ, എന്താ ഇത്? നമ്മുടെ ഇടയിൽ ഇത്തരം ഔപചാരികതയൊന്നും ആവശ്യമില്ല. ഞാനത് പറഞ്ഞിട്ടുള്ളതല്ലേ. മാർഗരറ്റിനെ ഡസൻ പ്രിൻസസ് എന്ന ശൈലിയിൽ കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് മാർഗരറ്റ് സൂചിപ്പിക്കുന്നത്. മാർഗരറ്റ് അങ്ങനെ പറഞ്ഞുവെങ്കിലും ഡസൻ മാർഗരറ്റിനോട് പറഞ്ഞു, മാർഗരറ്റ്, നിങ്ങൾ എല്ലാവരും കൂടി സഹായിച്ചതുകൊണ്ടാണ് സത്യമായിട്ടും എനിക്ക് ഈ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിലെ ആളുകളെ നേരിടാൻ പറ്റിയത്. ലോഗൻ, ഇവരെ നേരിടേണ്ടത് ലോകന്റെ മാത്രം ആവശ്യമായിരുന്നില്ല, ഈ രാഷ്ട്രത്തിന്റെ ആവശ്യമായിരുന്നു. സത്യത്തിൽ നമ്മുടെ ഈ ഡ്രാഗൺ മാഷ് രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിച്ചിരുന്ന വിഷവൃക്ഷങ്ങളാണ് ഈ വിറ്റേക്കറും അയാളുടെ കൂടെയുള്ള ആളുകളും. ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ രാഷ്ട്രത്തെക്കാളും വലുതായി ശരിക്കും നമ്മളെ വല്ലാതങ്ങ് ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകന്റെ പ്രവൃത്തിയോട് ഈ രാഷ്ട്രം കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ മാർഗരറ്റ് പറഞ്ഞതും ആദം സ്പാനർ ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ, വിറ്റേക്കർ അവസാനിച്ചെങ്കിലും ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട വേറെ ആളുകൾ പല ഭാഗത്തായി ഉണ്ടാവും, അവരെയൊക്കെ അവസാനിപ്പിക്കണ്ടേ? ആദം, ഉറപ്പായി അത് വേണം. അങ്ങനെ ഡസ്റ്റിൻ പറഞ്ഞതും മാർഗരറ്റ് ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ, ലോറൻസിയോ? അങ്ങനെ മാർഗരറ്റ് ചോദിക്കുമ്പോഴേക്കും ശരിക്കും ഒരു ആരവം അങ്ങ് ദൂരെ നിന്ന് കേൾക്കുകയാണ്. ഒരു വലിയ സേന അവിടേക്ക് വരുന്ന ശബ്ദമാണ് അവർ കേൾക്കുന്നത്. എല്ലാവരും അമ്പരപ്പോടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു വൻ സേന അവിടേക്ക് പാഞ്ഞു വരികയാണ്. ആ സേനയുടെ വരവ് കേട്ടപ്പോൾ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ആ കോട്ടയ്ക്ക് ഇപ്പൊ കാവൽ നിൽക്കുന്ന ആദം സ്പാനറുടെ വൈറ്റ് ടൈഗർ ആർമി പോലും ശരിക്കും ഒന്ന് വിറച്ചു എന്ന് പറയാം. വൈറ്റ് ടൈഗർ ആർമി ശരിക്കും ശക്തരാണ്. ഗോഡ് ഓഫ് ഫോർ ആദം സ്പാനറും അയാളുടെ സേനയും ആർക്ക് മുന്നിലും മുട്ടുമടക്കുന്നവരല്ല. ആ സേന പോലും ഒന്ന് വിരണ്ടു എന്ന് പറയുമ്പോൾ അതിനർത്ഥം വരുന്ന സേന അതിശക്തരാണെന്നാണ്. ആ സേന അടുത്തോട്ട് വരുമ്പോൾ എല്ലാവർക്കും ആ കാഴ്ച വിസിബിൾ ആണ്. ശരിക്കും ഒരു കൂറ്റൻ സേനയാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ സേനയുടെ ആ വരവ് അതിന്റെ ശക്തി വിളിച്ചു പറയുകയാണ്. ബ്ലാക്ക് ഡ്രാഗൺ ആർമിയാണ് അങ്ങോട്ട് വരുന്നത്. വെസ്റ്റ്ലുക്കോസിയുടെ ഏറ്റവും പ്രശസ്തമായ ആ ആർമി അങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ നമുക്ക് ആ കാര്യം ഉറപ്പിക്കാം. ഡ്രാഗൺ മാർഷിലെ ഏറ്റവും ശക്തമായ ആർമി ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ബ്ലാക്ക് ഡ്രാഗൺ ആർമിയാണ്. വെസ്റ്റ്ലുക്കോസിയുടെ ആ ബ്ലാക്ക് ഡ്രാഗൺ ആർമിയുടെ തൊട്ടു മുന്നിലായി സാക്ഷാൽ തോറിയൻ റൈസ് ഉണ്ട്. തോറിയൻ റൈസും ഡ്രാഗൺ ആർമിയുടെ ആ എലൈറ്റ് ലീഡേഴ്സും ഏറ്റവും മുന്നിലും അതിന്റെ പുറകിലായി ഒരു വൻ സേനയും. ആ ടീം അവിടേക്ക് വന്നതും തോറിയൻ റൈസ് ഡസ്റ്റിനോട് ചോദിച്ചു, വെട്ടിക്കൽ തീർത്തോ? അങ്ങനെ ഡസൻ റൈസിനോട് തോറിയൻ ചോദിച്ചതും ആദം സ്പാനർ തറയിൽ കിടക്കായിരുന്ന വിറ്റേക്കറുടെ തല ഒന്ന് പതുക്കെ കിക്ക് ചെയ്തു. ആ തല ഒരു ഫുട്ബോൾ പോലെ പറന്ന് തോറിയന്റെ തൊട്ടു മുന്നിൽ വന്ന് വീണു. തറയിൽ ആ തല വന്ന് വീഴുമ്പോൾ ആ കണ്ണുകൾ ഇപ്പോഴും തുറന്നിരിക്കുകയാണ്. അത് കണ്ടതും തോറിയൻ ആ തലയിലേക്ക് നോക്കി വിറ്റേക്കറോട് പറഞ്ഞു, വിറ്റേക്കർ, നിന്റെ അവസാനം ഇങ്ങനെ തന്നെ ആകണമെന്ന് ഞാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണ്. തോറിയൻ ആ വാചകം പറഞ്ഞതും ആദം സ്പാനർ തോറിയനോട് ചോദിച്ചു, തോറിയൻ, എവിടെ ലോറൻസോ? ആദം സ്പാനറുടെ ചോദ്യം കേട്ടതും തോറിയൻ പുറകിലോട്ട് നോക്കി ഒന്ന് കൈ കാണിച്ചു. മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ആംഗ്യമാണ് തോറിയന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അടുത്ത നിമിഷത്തിൽ ആ സൈനികർ
ലോറൻസിയെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ലോഗനും തോറിയനും കൂടി വളരെ പ്ലാൻ ചെയ്താണ് നേരത്തെ ആ യുദ്ധ സാഹചര്യം ഉണ്ടാക്കിയെടുത്തത്. ലോറൻസിയും സേനയും യുദ്ധം നടക്കുന്ന പ്ലേസിൽ നിന്ന് പരമാവധി ദൂരേക്ക് കൊണ്ടുപോയതിനു ശേഷം കൃത്യമായിട്ട് ബ്ലാക്ക് ഡ്രാഗൺ ആർമിയുടെ മുന്നിലെത്തിക്കുക. അതായിരുന്നു തോറിയന് കൊടുത്തിരുന്ന ലക്ഷ്യം. തോറിയൻ വളരെ ഭംഗിയായിട്ട് തന്നെ അത് നടപ്പിലാക്കി. ലോഗനെ ആ യുദ്ധകളത്തിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് തോറിയൻ അയാൾക്കൊപ്പമുള്ള ടീമുമായി ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ ആ സേനയുടെ ഒരു ഭാഗം ഭേദിച്ച് മുന്നോട്ട് കുതിച്ചപ്പോൾ അതൊരു കെണിയാണെന്ന് മനസ്സിലാക്കാതെ ലോറൻസിയും ടീമും അവരെ അനുഗമിക്കുകയായിരുന്നു. തോറിയനെ അവസാനിപ്പിക്കാനാണ് ലോറൻസോ പുറകെ നീങ്ങിയത്. പക്ഷേ തോറിയനെ പിന്തുടർന്ന ലോറൻസോ അവസാനം ചെന്നുപെട്ടത് സാക്ഷാൽ ബ്ലാക്ക് ഡ്രാഗൺ ആർമിയുടെ മുന്നിലാണ്. പെട്ടെന്ന് മുന്നിൽ ബ്ലാക്ക് ഡ്രാഗൺ ആർമിയെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയ ലോറൻസിയും ടീമും പിന്തിരിയാൻ ശ്രമിക്കുമ്പോഴേക്കും അവർ വളയപ്പെട്ടിരുന്നു. ലോറൻസിയും ടീമിനെയും ബ്ലാക്ക് ഡ്രാഗൺ ആർമിയെ പൂർണ്ണമായും വളഞ്ഞപ്പോൾ ലോറൻസിക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി. അവരുടെ ബേസ് വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു തോന്നൽ ലോറൻസിയുടെ മനസ്സിലേക്ക് വന്നതും ലോറൻസോ കീഴടങ്ങിയായിരുന്നു. കീഴടങ്ങിയ ലോറൻസിയുമായിട്ടാണ് തോറിയനും ടീം ഇപ്പോൾ ആ ബേസിലേക്ക് വന്നത്. ബേസിൽ എത്തിയ നിമിഷത്തിൽ ലോറൻസിയെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ ലോറൻസോ ആ കാഴ്ച കണ്ടു. തറയിൽ കിടക്കുന്ന സാക്ഷാൽ വിറ്റേക്കയുടെ തലയാണ് ലോറൻസോ കണ്ടത്. ആ തലയിലേക്ക് ലോറൻസോ നോക്കുന്ന കണ്ടതും തോറിയൻ ലോറൻസിയോട് പറഞ്ഞു, ഏയ് ലോറൻസോ, അടുത്തത് നീയാണ്. തോറിയന്റെ ആ വാചകം കേട്ടതും ലോറൻസോ പെട്ടെന്ന് മുട്ടുകുത്തി ഡെസ്റൈസിനോട് പറഞ്ഞു, ഹൈനസ്, എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം. ഏയ് ലോറൻസോ, നിന്നോട് ക്ഷമിക്കാൻ അതെങ്ങനെ പറ്റും? നീ ശരിക്കും ഒരു മനുഷ്യൻ തന്നെയാണോ? ലോറൻസിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ വേണ്ടി വളരെ കാര്യമായ പരിശ്രമമാണ് ഡെസ്റൈസ് നടത്തിയത്. ഡെസൻ അപൂർവമായ ആ മരുന്നുണ്ടാക്കി ലോറൻസിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നപ്പോൾ ലോറൻസോ തിരിച്ച് ഡെസ്റ്റിനോട് ചെയ്തത് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഡെസ്റ്റിന്റെ നെഞ്ചിലേക്ക് ലോറൻസോ കത്തി കുത്തിക്കയറ്റിയ ആ നിമിഷം ഇപ്പോഴും ഡെസ്റ്റിന്റെ മനസ്സിലുണ്ട്. ഡെസൻ ശരിക്കും ഞെട്ടിപ്പോയ ഒരു നിമിഷമാണ്. ലോറൻസിയെ അങ്കിൾ എന്നല്ലാതെ ഡെസൻ സംബോധന ചെയ്തിട്ടില്ല. ഡെസ്റ്റിന്റെ രാജകൊട്ടാരത്തിലെ അംഗരക്ഷകരുടെ ടീം ക്യാപ്റ്റൻ എന്ന നിലയിൽ ലോറൻസിയെ ഡെസ്റ്റിന് ശരിക്കും ഇഷ്ടമായിരുന്നു. ആ ലോറൻസിയാണ് ഡെസ്റ്റിന് നെഞ്ചിലേക്ക് കത്തി കുത്തി കയറ്റിയത്. ആ രംഗം ഇപ്പോഴും ഡെസ്റ്റിന്റെ മനസ്സിലുണ്ട്. ഡെസൻ ലോറൻസിയോട് അങ്ങനെ ചോദിച്ചതും ലോറൻസോ ഡെസ്റ്റിനോട് പറഞ്ഞു, ഹൈനസ്, അങ്ങ് എന്നെ ശിക്ഷിച്ചോളൂ. എനിക്കറിയാം എൻ്റെ ജീവൻ എനിക്ക് രക്ഷിക്കാനാവില്ലെന്ന്. എൻ്റെ തല ഞാൻ അങ്ങേക്ക് സമർപ്പിക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ അങ്ങ് ദയവായി എൻ്റെ മക്കളെ, എൻ്റെ ഭാര്യയും വെറുതെ വിടണം. ലോറൻസോ, ഈ അവസരത്തിൽ നീ എങ്ങനെയാ ഡിമാൻഡുകൾ വെക്കുക? ഡിമാൻഡ് വെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ലല്ലോ നിനക്കുള്ളത്. ലോറൻസിയെ അങ്കിൾ എന്ന് സംബോധന ചെയ്തിരുന്ന ഡെസിൻ ആ സംബോധനയൊക്കെ പിൻവലിച്ചിരിക്കുകയാണ്. ഡെസിന്റെ ചോദ്യം കേട്ടതും ലോറൻസോ ഡെസിനോട് പറഞ്ഞു, ഹൈനസ്, എനിക്ക് ഒരു കാര്യം അറിയാം. എന്താ ലോറൻസിക്ക് അറിയാവുന്നത്? ഹൈനസ്, ഈ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ കീഴിൽ ഒരുപാട് സ്വത്തുക്കളുണ്ട്. ശരിക്കും വലിയ നിധി ഈ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലുണ്ട്. ആ നിധിയെക്കുറിച്ചുള്ള വിവരം എനിക്ക് ഹൈനസിനോട് പറയാൻ പറ്റും. ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഏതാണ്ട് രാജ്യം മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന ഒരു പ്രസ്ഥാനമാണ്. അവർ പല ശൈലിയിലും പണം സമ്പാദിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും ആ പണം അവർ ഏതെങ്കിലുമൊക്കെ ശൈലിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ ഡെസ്റ്റിനും മാർഗരറ്റിനും ആദർശത്തിനും ഒക്കെ അറിയാം. ഇപ്പൊ ഇതാ ലോറൻസോ ആ കാര്യം സൂചിപ്പിക്കുകയാണ്. ലോറൻസോ അങ്ങനെ പറഞ്ഞതും ഡെസ്റ്റിൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. അതിനുശേഷം ലോറൻസോട് പറഞ്ഞു, ഓക്കെ, നീ പറയുന്ന കാര്യം കൃത്യമായും വിലയുള്ളതാണെങ്കിൽ നിന്റെ ഡിമാൻഡ് ആലോചിക്കാൻ ഞാനൊരു ശ്രമം നടത്താം. ലോറൻസിയുടെ ഭാര്യയും കുട്ടികളെയും വെറുതെ വിടണമെന്നുള്ളത് മാത്രമാണ് ലോറൻസിയുടെ ഡിമാൻഡ്. ആ ഡിമാൻഡ് അംഗീകരിക്കണോ വേണ്ടയോ എന്ന് ഡെസിൻ തീരുമാനിക്കുന്നത് ലോറൻസോ റിവീൽ ചെയ്യാൻ പോകുന്ന ആ കാര്യവുമായി കണക്റ്റഡ് ആണ്. അത് കേട്ടതും ലോറൻസോ പറഞ്ഞു, ഹൈനസ്, ഇവിടെ ഒരു അറയുണ്ട്, താഴെ നിലവറയിലാണ്. ആ നിലവറയിലെ പ്രത്യേക അറയിൽ ഒരു മാപ്പുണ്ട്. ആ മാപ്പിലാണ് നിധിയെക്കുറിച്ചുള്ള സൂചനയുള്ളത്. ലോറൻസോ പറഞ്ഞത് കേട്ടതും ആദം ഡെസിനോട് പറഞ്ഞു, ഏയ് ലോഗൻ, ഈ ലോറൻസോ പറയുന്നത് കേട്ട് അബദ്ധമൊന്നും കാണിക്കണ്ട. അയാൾ കബളിപ്പിക്കാൻ ശ്രമിക്കുകയോ? നിലവറയ്ക്കുള്ളിലാണ് ആ രഹസ്യ മാപ്പ് ഉള്ളതെന്നാണ് ലോറൻസോ പറഞ്ഞത്. നിലവറയ്ക്കുള്ളിലേക്ക് ഡെസിനെ കൊണ്ടുപോയി
ഡസ്റ്റിനെ അപകടപ്പെടുത്തി കൊല്ലാനുള്ള ഒരു ശ്രമമാകുമോ ഇനി ലോറൻസോ മുന്നോട്ട് വയ്ക്കുന്നത്? ആ ഒരു സംശയമാണ് ആദം സ്പാനർക്കുള്ളത്. ആദം അങ്ങനെ പറഞ്ഞപ്പോൾ ഡസ്റ്റിൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് ആദത്തോട് പറഞ്ഞു, ഏയ് ആദം, എന്തായാലും ഈ റിസ്ക് ഞാൻ എടുക്കുകയാണ്. അങ്ങനെ ഡസ്റ്റിൻ പറഞ്ഞിട്ട് ലോറൻസ് നോക്കി ലോറൻസോടായി പറഞ്ഞു, ഓക്കെ, നിലവറയ്ക്കുള്ള വഴി കാണിക്കും. ഹൈനസ്, നിലവറയ്ക്കുള്ളിലെ ആ രഹസ്യ അറ തുറക്കണമെങ്കിൽ വിറ്റേക്കറിന് മാത്രമേ പറ്റൂ. അത് കേട്ടിട്ട് ഡസ്റ്റിൻ ചോദിച്ചു, അതെന്താ ലോറൻസോ വിറ്റേക്കറിന് മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞു? ഹൈനസ്, അയാളുടെ വിരൽ ഉപയോഗിച്ചാണ് ആ അറ തുറക്കുന്നത്. അത് കേട്ടതും തോറിയൻ പറഞ്ഞു, ഓ അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് തോറിയൻ പെട്ടെന്ന് വിറ്റേക്കറുടെ ആ ബോഡിയുടെ അടുത്തേക്ക് വന്നു. അയാളുടെ ഉടൽ മാത്രമായ ആ ബോഡിയുടെ അടുത്തേക്ക് വന്ന തോറിയൻ അയാളുടെ ഇടത് കൈ പിടിച്ച് ഒറ്റ വെട്ട്, ശരിക്കും ഒരു വിറക് കഷ്ണം വെട്ടിയെടുക്കും പോലെ തോറിയൻ വിറ്റേക്കറുടെ ആ ഇടത് കൈ വെട്ടിങ്ങെടുത്തു. ആ കൈ വെട്ടിയെടുത്തിട്ട് ലോറൻസിയോടായി തോറിയൻ പറഞ്ഞു, ഇതുപോലെ തോറിയന്റെ ആ പ്രവൃത്തിയും ആ ചോദ്യം ലോറൻസിന്റെ ബോഡിയിൽ ഒരു വിറയൽ ഉണ്ടാക്കിയെന്ന് പറയാം. വിറച്ചുകൊണ്ട് ലോറൻസോ തോറിയനോട് പറഞ്ഞു, ഹൈനസ്, അത് മതി. അടുത്ത നിമിഷത്തിൽ ലോറൻസോയും ആൽബർട്ടും 2 സേനാംഗങ്ങളും ഡെസൻഡൈസും തോറിയനും ആ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ കോമ്പൗണ്ട് വാളിനകത്തേക്ക് കടന്നു. കോമ്പൗണ്ട് വാളിനകത്തേക്ക് കടന്ന ഡെസൻഡൈസിനെയും തോറിയനെയും ലോറൻസോ നയിച്ചു കൊണ്ടുപോയത് വിറ്റേക്കറുടെ മുറിയിലേക്കാണ്. വളരെ വിശാലമായ മുറിയാണ് വിറ്റേക്കറുടെ മുറി. വിറ്റേക്കറുടെ മുറിയിലേക്ക് കടക്കുമ്പോൾ ഡസ്റ്റിനും തോറിയനും ആൽബർട്ടും ഒക്കെ കൗതുകപൂർവ്വം ആ മുറി ഒന്ന് നിരീക്ഷിക്കുകയാണ്. ആ മുറി നിരീക്ഷിക്കുന്ന തോറിയനെയും ഡസ്റ്റിനെയും കടന്ന് ലോറൻസോ മുന്നോട്ട് നടന്നു. അയാൾ നടന്നെത്തിയത് ഒരു പുസ്തക ഷെൽഫിന്റെ സമീപത്താണ്. ആ പുസ്തക ഷെൽഫിന്റെ സമീപത്തെത്തിയ ലോറൻസോ ആ ഷെൽഫിലെ ഒരു അറയിൽ ഒന്ന് പതുക്കെ തൊട്ടു നോക്കുകയാണ്. അയാളുടെ കൈ ആ അറയിലൂടെ അങ്ങനെ ഓടിയതും ആ ഷെൽഫിനോട് ചേർന്നുണ്ടായിരുന്ന ഒരു ചിത്രത്തിന് ചില മാറ്റങ്ങളൊക്കെ വരികയാണ്. ഷെൽഫിന്റെ അത്രയും വലുപ്പത്തിൽ ഒരു കൂറ്റൻ ഛായാചിത്രം അവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ആ ഛായാചിത്രം പെട്ടെന്ന് അകത്തേക്ക് മാറുകയായിരുന്നു. ശരിക്കും ചുവരിൽ തൂക്കിയിട്ടിരുന്ന ആ ഛായാചിത്രം പെട്ടെന്ന് അകത്തേക്ക് വളഞ്ഞതും അവിടെ അവർ കാണുന്നത് താഴോട്ട് ഇറങ്ങാനുള്ള പടിക്കെട്ടാണ്. ആ കാഴ്ച കണ്ട ആൽബർട്ടും ഡസ്റ്റിനും തോറിയനും ഒക്കെ അറിയാതെ മുഖത്തോട് മുഖം നോക്കി പോവുകയാണ്. അവിടെ തൂക്കിയിട്ടിരുന്ന ആ ഛായാചിത്രത്തിന്റെ കട്ടി കൃത്യമായും ചുവരിന്റെ അതേ കട്ടിയാണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന ശൈലിയിൽ ആ ഛായാചിത്രം ഒരു വാതിലായി മാറി. അത് ഒരു വശത്തേക്ക് മാറിയതും ലോറൻസോ പടിയിലേക്ക് കയറി. ഡെസൻഡൈസും തോറിയനും ആൽബർട്ടും 2 സേനാംഗങ്ങളും അവർക്കൊപ്പം ആ പടിയിലേക്ക് കയറി. ആ പടിയിലൂടെ ലോറൻസോ താഴോട്ടിറങ്ങിയാണ്. ഏതാനും സ്റ്റെപ്പുകൾ താഴോട്ടിറങ്ങിയതും ലോറൻസോ അവിടെ നിന്നു. അവിടെ ഒരു പ്ലാറ്റ്ഫോമാണ്. ശരിക്കും ഒരു ലിഫ്റ്റാണ് അവിടെ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. ആ ലിഫ്റ്റിനകത്തേക്ക് ലോറൻസോ കയറിയതും ബാക്കി ടീം അംഗങ്ങളും ലോറൻസോയ്ക്കൊപ്പം ആ ലിഫ്റ്റിനകത്തേക്ക് കയറി. എല്ലാവരും കയറി കഴിഞ്ഞതും ലോറൻസോ 0 പ്രസ് ചെയ്തു. ലിഫ്റ്റ് താഴേക്ക് മൂവ് ചെയ്ത് തുടങ്ങി. ഏകദേശം ഒരു 1 മിനിറ്റ് ആ ലിഫ്റ്റ് മൂവ് ചെയ്ത് കാണും. അത് ഒരു ശബ്ദത്തോടെ നിലച്ചു. ലിഫ്റ്റ് നിന്നതും ലോറൻസോ കൂടെ ഉള്ള ആളുകളെയും നയിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അവിടെ നേരത്തെ മുകളിൽ കണ്ടതുപോലെ വിശാലമായ ഒരു മുറിയുണ്ട്. ആ മുറിയിലേക്കാണ് ലോറൻസോ എത്തിയത്. ആ മുറിയുടെ ചുവരുകൾ പൂർണ്ണമായി കവർ ചെയ്ത് കർട്ടനുണ്ട്. മനോഹരമായ കർട്ടനാണ് ആ മുറിക്ക് ചുറ്റുവിട്ടിരിക്കുന്നത്. ആ മുറിക്കകത്ത് ടേബിളും സോഫയൊക്കെ ഉണ്ട്. അവിടെ ഒരു മീറ്റിംഗ് നടത്താൻ പറ്റുന്ന എല്ലാ സാഹചര്യവും ഉണ്ടെന്ന് അർത്ഥം. ആ മുറിക്കകത്തേക്ക് കയറിയ ഡെസൻഡൈസും തോറിയനും ആൽബർട്ടും ഒക്കെ ചുറ്റും ഒന്ന് നിരീക്ഷിക്കുമ്പോൾ ലോറൻസോ ആ മുറിയുടെ കിഴക്ക് ഭാഗത്തുള്ള കർട്ടന് നേരെ നടക്കുന്നത് അപ്പോഴാണ്. ലോറൻസോ ആ കർട്ടൻ അടുത്തെത്തിയതും അയാൾ ആ കർട്ടൻ പതുക്കെ അങ്ങ് നീക്കി. കർട്ടൻ അയാൾ നീക്കുമ്പോൾ അവിടെ മനോഹരമായ ഒരു ഡോറാ കാണുന്നത്. ആ ഡോറിലേക്ക് എല്ലാവരും നോക്കുന്ന കണ്ടതും ലോറൻസോ തോറിയനോട് പറഞ്ഞു, ഹൈനസ്, ഇവിടെയാണ് വിറ്റേക്കറുടെ വിരൽ വെക്കേണ്ടത്. അത് കേട്ടതും തോറിയൻ അയാളുടെ കയ്യിരിക്കുന്ന കൈയുമായി ആ ഡോറിനടുത്തെത്തി. അവിടെ വിരൽ പതിക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ട്. തോറിയൻ വിറ്റേക്കറുടെ ഇടത് കൈയിലെ ആ വിരലടളം പതിക്കുന്ന ഭാഗത്തേക്ക് പ്രസ് ചെയ്തതും പെട്ടെന്ന് ആ വാതിൽ 2 ഭാഗത്തേക്കായി ഒഴുകി മാറി. ആ വാതിൽ വഴി ആ ടീം അകത്തേക്ക് കടന്നു. അകത്തേക്ക് കിടക്കുന്ന അവർക്ക് ശരിക്കും ഒരു ഞെട്ടലുണ്ടായി എന്ന് തന്നെ പറയാം. അതിമനോഹരമായ ഒരു വീട്ടിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. 1-2 വർഷം അനവധി ആളുകൾക്ക് സുഖമായി കഴിയാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്ന ഒരു വീട്ടിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. അണുബോംബ് വീണാൽ പോലും തകരാത്ത ശൈലിയിലുള്ള ചുവരുകളാണ് ആ മുറിക്കുള്ളതെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. അത് കണ്ടതും ഡെസൻഡൈസ് ആൽബർട്ടിനോടായി പറഞ്ഞു, ഈ വിറ്റേക്കർ ആള് ശരിക്കും മിടുക്കൻ തന്നെയാണല്ലോ. അതിന് മറുപടി പറഞ്ഞ തോറിയനാണ്.
എന്ത് മിടുക്ക്, അയാളുടെ ഒരു കൈ എൻ്റെ കൈ ഇരിപ്പുണ്ട്, തല പുറത്ത് കിടക്കുകയാണ്. എത്ര മിടുക്കനാണെന്ന് പറഞ്ഞാലും തല പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമില്ല എന്നാണ് തോറിൻ സൂചിപ്പിക്കുന്നത്. തോറിൻ അത് പറഞ്ഞതും ലോറൻസോ അവിടെയുള്ള ആ ടേബിളിന്റെ ഒരു ഡ്രോ തുറന്ന് അതിനകത്തുനിന്ന് ഒരു ചെറിയ പെട്ടി പുറത്തേക്ക് എടുത്തു. പെട്ടി മേശപ്പുറത്ത് വെച്ച ലോറൻസോ ആ പെട്ടി തുറന്നു. അതിനകത്ത് 3 കടലാസ് ഷീറ്റുകളാണ് ഉള്ളത്. 1, 2, 3 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കടലാസ് ഷീറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് ലോറൻസോ ഡെസ്ട്രോഡായി പറഞ്ഞു, ഹൈനസ്, ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ നിധി ഇരിക്കുന്ന സ്ഥലങ്ങൾ സൂചിപ്പിക്കുന്ന മാപ്പാണ്. ഡെസ്റൈസ് ആ പെട്ടി വാങ്ങിച്ച് ആ പെട്ടിക്കകത്തുള്ള മാപ്പുകൾ ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചു. വളരെ വ്യക്തമായ മാപ്പാണ്. എവിടെയാണ് നിധി ശേഖരിച്ചിരിക്കുന്നതെന്ന് ആ മാപ്പ് കൈവശമുള്ള ഏതൊരാൾക്കും മനസ്സിലാകുന്ന ശൈലി തന്നെയാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കണ്ടതും ഡെസൻ ലോറൻസോട് ചോദിച്ചു, ലോറൻസോ, ഇത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു മാപ്പാണല്ലോ. ഈ മാപ്പ് കൈവശമുള്ള ആർക്കും ആ നിധി അപഹരിച്ചൂടെ? ഹൈനസ്, അതത്ര എളുപ്പമല്ല. അവിടെ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ സേന എപ്പോഴും കാവലുണ്ടാവും. ആ മാപ്പ് അവിടെ അങ്ങനെ സൂക്ഷിച്ചിരിക്കുമ്പോൾ തന്നെ മാപ്പിൽ സൂചിപ്പിക്കുന്ന സ്ഥലത്ത് വൻ സെക്യൂരിറ്റി കൊടുത്തിരിക്കുന്നു എന്നാണ് ലോറൻസോ പറഞ്ഞത്. അത് കേട്ടതും ഡെസ്സും ചിരിച്ചു. ഓക്കെ, നമുക്ക് മടങ്ങാം. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതും ആ ടീം വന്നതുപോലെ തിരിച്ച് മുകളിലെത്തി. ആദസ്പാന്റെ അടുത്തേക്ക് മടങ്ങിയെത്തിയ ഡെസൻഡൈസ് ആദസ്പാനോട് പറഞ്ഞു, ലോറൻസോ പറഞ്ഞത് ശരിയാണ്, നമുക്ക് നിധിയുള്ള 3 സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്ന മാപ്പാണ് കിട്ടിയിരിക്കുന്നത്. ഡെസൻഡൈസ് മാപ്പിന്റെ കാര്യം പറഞ്ഞതും ആദം ഡെസ്റ്റിനോട് പറഞ്ഞു, ലോകൻ, ഓക്കെ, അതെന്തായാലും നന്നായി. അത് കേട്ടതും ലോകൻ ആദത്തോട് പറഞ്ഞു, ആദം, ഈ മാപ്പ് എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. ഡെസൻഡൈസ് അങ്ങനെ പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് ഡെസൻ ഗേറ്റ്സ് ഇരിക്കുകയാണ്. ഡെസൻ ഗേറ്റ്സ് ഡെസൻഡൈസിനോട് ചോദിച്ചു, ലോകൻ, എന്താ അങ്ങനെ പറഞ്ഞേ? അങ്കിൾ, ഇവിടെ നമ്മളെ സഹായിച്ച ആളുകൾ കൂടി നമുക്ക് ലഭിക്കുന്ന നിധിയിൽ അവകാശമുണ്ട്. ലോകൻ എന്തൊക്കെയായി പറയുന്നത്? വെസ്ലുക്കോസിലെ പ്രിൻസ് എന്ന നിലയിൽ ലോകന് അവകാശപ്പെട്ടതാണ് ആ നിധികൾ. ആ നിധി ആരുമായും പങ്കുവയ്ക്കേണ്ട കാര്യമില്ല. അങ്കിൽ അങ്ങനെയല്ല, എന്നെ സഹായിച്ചവർക്കൊക്കെ അതിൻ്റെതായ ഫലം ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ ആ പെട്ടി തുറന്ന് ഒരു മാപ്പ് എടുത്ത് ആദം സ്പാനയുടെ കയ്യിലേക്ക് വെച്ചു. ആദം, ഇത് നിനക്കുള്ളതാണ്. ലോകൻ, ഇതൊന്നും വേണ്ട, ഞാൻ ഇതൊന്നും ഉദ്ദേശിച്ച് വന്നതല്ല. ആദം, അങ്ങനെയല്ല, നിന്റെ സേനയെ നിനക്ക് ബിൽഡ് ചെയ്യണ്ടേ, അതിന് ഈ പണം നിനക്ക് ഉപയോഗപ്പെടും. ഒരു ഹ്യൂജ് നിധിയെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ആ പേപ്പറിനകത്ത് ഉള്ളത്. ആദം ആദ്യം ഒന്ന് വാങ്ങാൻ വിസമ്മതിച്ചെങ്കിലും ഡസൻ നിർബന്ധിച്ച് ആദത്തിനെ കൊണ്ട് അത് വാങ്ങിപ്പിക്കരുത്. അതിനുശേഷം 2ാമത്തെ മാപ്പ് കയ്യിലെടുത്ത ഡസൻ ആ മാപ്പ് മാർഗറ്റിന്റെ കയ്യിലേക്ക് കൊടുത്തു. തന്റെ കയ്യിലേക്ക് ഡസൻ വെച്ച മാപ്പിലും നോക്കിയിട്ട് മാർഗറ്റ് ഡസനോട് പറഞ്ഞു, ലോകൻ, ഇത് ഞാൻ സ്വീകരിക്കത്തില്ല. ഞാൻ ഈ ഒരു ഉദ്ദേശത്തിലേ അല്ല ലോകനെ സഹായിക്കാൻ വന്നത്. പ്രിൻസസ്, അങ്ങനെ പറയരുത്. പ്രിൻസസ് കൂടെ ഉള്ളത് കൊണ്ടാണ് കാര്യങ്ങൾ ഭംഗിയായി നടന്നത്. പ്രിൻസസിന് അവകാശപ്പെട്ടതാണ് ഈ നിധി. ലോകൻ, എന്തു പറഞ്ഞാലും ഞാനിത് വാങ്ങത്തില്ല. ലോകനെ സഹായിക്കാൻ ഞാൻ എടുത്ത തീരുമാനം ഞാനും അച്ഛനും കൂടി ചർച്ച ചെയ്തെടുത്തതാണ്. അതിനുവേണ്ടി പ്രതിഫലം പറ്റുക എന്നുള്ളത് ഞങ്ങളുടെ ചിന്തപ്പോലും ഇല്ലാത്ത കാര്യമാണ്. മാർഗറ്റ്, അങ്ങനെ അല്ല. ഈ രാഷ്ട്രം നിലനിൽക്കാൻ നമുക്ക് പണം ആവശ്യമുണ്ട്. വെസ്ലുക്കോസിക്ക് ആവശ്യമുള്ള പണം എൻ്റെ കയ്യിലുണ്ട്. ഇത് ഈ രാഷ്ട്രം ബിൽഡ് ചെയ്യാൻ നിങ്ങൾ കൈവശം വെക്കേണ്ട പണമാണ്. അങ്ങനെ പറഞ്ഞിട്ട് മാർഗറ്റിന്റെ കയ്യിലേക്ക് ബലമായി ഡെസ്റൈസ് ആ മാപ്പ് വെച്ചു. മാർഗറ്റ്, എതിർത്തൊന്നും പറയരുത്. ഡെസ്റ്റിനോട് തർക്കിച്ചുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ മാർഗറ്റ് ആ മാപ്പ് അവളുടെ പോക്കറ്റിലോട്ട് വെച്ചു. അതിനുശേഷം മാർഗറ്റ് ഡെസ്റ്റിനോട് പറഞ്ഞു, ലോകൻ, സത്യമായിട്ടും ലോകൻ, ഞങ്ങൾക്ക് ഒരു പ്രതിഫലവും നൽകേണ്ടതില്ല. ഞങ്ങൾ പ്രതിഫലം ഉദ്ദേശിച്ചല്ല ലോകനെ സഹായിക്കാൻ വന്നത്. ഞങ്ങളുടെ കൂടി കടമയല്ലേ ഈ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലെ അവസാനിപ്പിക്കുക എന്നുള്ളത്. മാർഗറ്റ് അങ്ങനെ പറഞ്ഞപ്പോൾ ഡസൻ മാർഗറ്റിനോടും ആദസ്പാനോടുമായി പറഞ്ഞു, നോക്ക്, സൗഹൃദം എന്നും നിലനിൽക്കാൻ ഇതുപോലുള്ള വിട്ടുവീഴ്ചകൾ നല്ലതാണ്. പണം എന്നെ ഒരിക്കലും ഒരു തരത്തിലും ആകർഷിക്കുന്ന ഒരു കാര്യമേ അല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പണം ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യവുമല്ല. ഇത്രയും നേരം നിശബ്ദനായിരുന്ന ലോറൻസിനെ നോക്കിയിട്ട് ഡെസൻഡൈസ് ലോറൻസോട് പറഞ്ഞു, ഓക്കെ ലോറൻസോ, നീ തന്ന ഈ നിധിയുടെ മാപ്പ് ഞങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് നിന്റെ ഒരു ഡിമാൻഡ് ഞാൻ അംഗീകരിക്കുന്നു. നിനക്ക് 3 ദിവസം കൂടി ഞാൻ നീട്ടി നൽകുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ആൽബർട്ടിനെ നോക്കി ഡെസ്സും പറഞ്ഞു, അങ്കിൾ ആൽബർട്ട്, ലോറൻസോയ്ക്ക് 3 ദിവസം കൂടി
ജീവിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കുകയാണ്. അയാൾക്ക് വീട്ടിൽ ചെന്ന് അയാളുടെ ഭാര്യയെ കാണാനും അയാളുടെ മക്കളെ കാണാനുമുള്ള ഒരു അവസരമാണ് നമ്മൾ കൊടുക്കുന്നത്. ലോറൻസോ, നിന്റെ ജീവിതത്തിലെ അവസാനത്തെ 3 ദിവസങ്ങളാണ് ഇനിയുള്ളത്. നിനക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്ന 3 ദിവസങ്ങൾ. അങ്ങനെ പറഞ്ഞിട്ട് ലോറൻസയെ ആൽബർട്ടിനെ ഏൽപ്പിച്ചതും ആൽബർട്ട് അയാൾക്കൊപ്പമുള്ള സൈനികർക്ക് ലോറൻസയെ ഹാൻഡ് ഓവർ ചെയ്തു. ലോറൻസോയെ അയാളുടെ വീട്ടിലെത്തിക്കാനുള്ള ചുമതലയാണ് ആ ജോലിക്കാർക്കുള്ളത്. അതിനുശേഷം ആൽബർട്ട് ബ്ലാക്ക് ഡ്രാഗൺ ആർമിക്ക് ബാരക്കിലേക്ക് മടങ്ങാനുള്ള നിർദ്ദേശം കൊടുത്തു. ആൽബർട്ട് ബ്ലാക്ക് ഡ്രാഗൺ ആർമിയെ ബാരക്കിലേക്ക് മടക്കാനുള്ള നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ഡസൻ റൈസ് മാർഗരറ്റിനോട് പറഞ്ഞു, പ്രിൻസസ്, ഈ കോട്ട നമുക്ക് ശരിക്കും ഉപയോഗപ്പെടും. വെസ്റ്റ് ലുക്കോസിയയുടെ അതിർത്തി എന്ന് പറയുമ്പോൾ ഡ്രാഗൺ മാർഷിന്റെ അതിർത്തി കൂടിയാണ്. ആ അതിർത്തി അയൽ രാജ്യവുമായി കണക്റ്റഡ് ആണ്. അയൽ രാജ്യത്തിന്റെ അറ്റാക്ക് തടുക്കാൻ അവർക്ക് ആ കോട്ട ശരിക്കും ഉപയോഗപ്പെടുമെന്നാണ് ഇപ്പോൾ ഡസൻ റൈസ് മാർഗരറ്റിനോട് പറഞ്ഞത്. മാർഗരറ്റിന്റെ ചിന്തയിലും ആ വിഷയമുണ്ട്. ഡ്രാഗൺ മാർഷിന്റെ പടിഞ്ഞാറ് തെക്ക് ഭാഗം സംരക്ഷിക്കുന്ന വൈറ്റ് ടൈഗർ ആർമിയുടെ ഗോഡ് ഓഫ് വാർ ആയ ആദസ് പനർക്കും അത് തന്നെയാണ് അഭിപ്രായം. അതേ ലോകൻ, എന്റെ അഭിപ്രായം അതാണ്. നമുക്ക് ഈ കോട്ട ശരിക്കൊരു മുതൽക്കൂട്ടാകും. ഈ സംഭാഷണം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വെസ്റ്റ് ലുക്കോസിയിലെ റൂഫസ് റൈസിന്റെ ആ കൂറ്റൻ കൊട്ടാരത്തിന്റെ ഉള്ളിൽ ബാങ്കറ്റ് ഹാളിൽ ഒരു പാർട്ടി നടക്കുകയാണ്. ആ പാർട്ടിയിൽ റൂഫസ് റൈസുമായി ബന്ധമുള്ള അനവധി ആളുകളുണ്ട്. ആ പാർട്ടി എങ്ങനെ കൊഴുത്തു വരുമ്പോൾ റൂഫസ് റൈസ് മൈക്ക് കയ്യിലെടുത്ത് ഉറക്കെ ആ പാർട്ടി പങ്കെടുക്കുന്നതോടായി ചോദിച്ചു, ഫ്രണ്ട്സ്, ഇന്ന് ഞാനുമായി ബന്ധമുള്ള ആളുകളാണ് ഈ പാർട്ടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും. നിങ്ങളോടായി നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. റൂഫസ് റൈസിന്റെ ആ മുഴക്കമുള്ള ശബ്ദം മൈക്കിലൂടെ അങ്ങനെ കേട്ടപ്പോൾ എല്ലാ ആളുകളുടെയും ശ്രദ്ധ റൂഫസ് റൈസിലേക്ക് വന്നു. അനവധി ടേബിളുകളാണ് അവിടെ നിരത്തിയിട്ടിരിക്കുന്നത്. ഓരോ ടേബിളിന് ചുറ്റുമായി ഓരോ ഗ്യാങ്ങിൽ ഇരിക്കുകയാണ്. എല്ലാവരും റൂഫസ് എന്ത് പറയുന്നു എന്നറിയാനായി ശ്രദ്ധിച്ച് റൂഫസ് നോക്കിയതും റൂഫസ് അവരോടായി പറഞ്ഞു, എനിക്ക് ഇനി അധികം ആയുസില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എനിക്ക് ശേഷം നമ്മുടെ ഈ വെസ്റ്റ് ലുക്കോസിയുടെ സിംഹാസനം ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം അതാണ് എനിക്കിപ്പോൾ അറിയേണ്ടത്. ശരിക്കും നിർണായകമായൊരു ചോദ്യമാണ് റൂഫസ് റൈസ് ആ സദസ്സിനോട് ചോദിക്കുന്നത്. റൂഫസിന്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടപ്പോൾ പ്രിൻസസ് എലാര റൂഫസിനോട് പറഞ്ഞു, ഹൈനസ്, അങ്ങനെന്താ ഇങ്ങനെ ഇപ്പൊ ചോദിക്കുന്നത്? എലാര, ഇവിടെ ഇരിക്കുന്നവരാരും അപരിചിതരല്ലോ, അവർ പറയട്ടെ അവരുടെ അഭിപ്രായം. റൂഫസ് റൈസിന്റെ ചോദ്യം സ്വാഭാവികമായിട്ടും അവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരു ചർച്ചയ്ക്ക് വഴിവരുന്നിട്ടിരിക്കുകയാണ്. എല്ലാവരും അവർക്ക് പറയേണ്ട മറുപടി മനസ്സിൽ ഒന്ന് പ്ലാൻ ചെയ്യുമ്പോൾ ഒരാള് എണീറ്റു. സൗത്തിലെ ഒരു സിറ്റിയുടെ തലവനായ ഡാമിയനാണ് എണീറ്റത്. ഡാമിയൻ ഉറക്കെ റൂഫസ് റൈസിനോട് പറഞ്ഞു, ഹൈനസ്, എനിക്ക് ഈ വെസ്റ്റ് ലുക്കോസിയ നന്നായി മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. ഈ വെസ്റ്റ് ലുക്കോസിയെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ ഭരണം ഏറ്റവും അനുയോജ്യനായ വ്യക്തിക്ക് തന്നെ കിട്ടേണ്ടത് അനിവാര്യമാണ്. എന്റെ അഭിപ്രായത്തിൽ വെസ്റ്റ് ലുക്കോസിയ ഇനി ഭരിക്കേണ്ടത് നമ്മുടെ ഇളയ രാജകുമാരൻ തോറിൻ റൈസാണ്. തോറിൻ റൈസിന്റെ പേര് ഞാൻ സജസ്റ്റ് ചെയ്യാൻ പ്രത്യേക കാരണമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, തോറിയൻ ചക്രവർത്തിയുടെ സഹോദരിയുടെ മകനാണ്. തോറിയനെ സെലക്ട് ചെയ്താൽ ഉറപ്പായും ചക്രവർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യും. സ്റ്റോണിയ എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ വെസ്റ്റ് ലുക്കോസിയ സ്വാഭാവികമായിട്ടും അഭിവൃദ്ധി പ്രാപിക്കും. പിന്നെ തോറിയൻ ഒരു നല്ല മാർഷൽ ആർട്ടിസ്റ്റാണ്, ശക്തനാണ്. മിലിറ്ററി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ തോറിയൻ മിടുക്കനാണ്. പിന്നെ ആളുകളുമായിട്ടുള്ള ബന്ധം തോറിയനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ കൊട്ടാരത്തിൽ നിന്നല്ല, എല്ലാ സ്ഥലത്തും തോറിയനെ എല്ലാവരും ഇഷ്ടപ്പെടും. തോറിയന്റെ പെരുമാറ്റവും തോറിയന്റെ രീതികളും ശരിയാണ് എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാൻ തോറിയനെ അടുത്ത രാജാവാക്കണമെന്ന് അഭിപ്രായപ്പെടുന്നത്. ഡാമിയൻ അയാളുടെ അഭിപ്രായം ഉള്ള വ്യക്തമായി അങ്ങനെ അവതരിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ ശ്രദ്ധ തോറിയനിലേക്ക് വരികയാണ്. ഡാമിയൻ ആദ്യമേ ആ അഭിപ്രായം പറഞ്ഞതിന്റെ കാരണം ഡാമിയനും തോറിയനും തമ്മിലുള്ള ഒരു കരാറാണ്. ഡാമിയന്റെ മകളെ വിവാഹം കഴിക്കാമെന്നാണ് തോറിയൻ വാക്ക് കൊടുത്തിരിക്കുന്നത്. തോറിയൻ വെസ്റ്റ് ലുക്കോസിയുടെ രാജാവായി മാറിയാൽ സ്വാഭാവികമായിട്ടും ഡാമിയന്റെ മകളാകും അടുത്ത രാജ്ഞി. അതിന് ഒരുപാട് അർത്ഥമുണ്ട്. നാളെ തോറിയന് ഡാമിയന്റെ മകളിൽ ഒരു പുത്രൻ ജനിക്കുമ്പോൾ ആ പുത്രനായിരിക്കും വെസ്റ്റ് ലുക്കോസിയുടെ പുതിയ അനന്തരാവകാശി.
എന്ന് പറയുമ്പോൾ ഡാമിയന്റെ സന്തതി പരമ്പരകൾ വെസ്ലൂക്കോസിയുടെ ഭരണത്തിലേക്ക് വരാൻ ഇതാ ഒരു ചാൻസ് തെളിയുകയാണ്. അതുകൊണ്ടാണ് ഡാമിയൻ മറ്റാരെങ്കിലും അഭിപ്രായം പറയുന്നതിന് മുന്നേ ആ അഭിപ്രായം അങ്ങ് പറഞ്ഞത്. ഡാമിയന്റെ അഭിപ്രായം വളരെ വ്യക്തവുമാണ്, കാര്യമാത്ര പ്രസക്തവുമാണ്. ഡാമിയൻ അങ്ങനെ പറഞ്ഞതും അനവധി ആളുകൾ എഴുതിയിട്ട് ആ അഭിപ്രായത്തെ പിന്താങ്ങി. സംസാരിക്കുന്നവരൊക്കെയും തോറിയനെ സപ്പോർട്ട് ചെയ്താ സംസാരിക്കുന്നത്. അതെ, തോറിയൻ ശക്തനാണ്. തോറിയന് സിവിൽ കാര്യങ്ങളും അതുപോലെ മിലിറ്ററി കാര്യങ്ങളും ഒരുപോലെ വഴങ്ങും. വെസ്ലൂക്കോസിയിലെ അടുത്ത അനന്തരാവകാശി അതുകൊണ്ട് തന്നെ ഉറപ്പായും തോറിയനാകുന്നതാണ് നല്ലത്. ആളുകൾ അങ്ങനെ അഭിപ്രായം പറഞ്ഞതും സൗത്ത് മേഖലയിലെ മറ്റൊരു സിറ്റിയുടെ ഗവർണറായ അലോഷ്യസ് എഴുന്നേറ്റു. അലോഷ്യസ് 100% വെസ്ലൂക്കോസിയിലെ റൂഫസ് റൈസിനെ അംഗീകരിക്കുന്ന ആളാണ്. അലോഷ്യസ് ഉറക്കെ പറഞ്ഞു, ഹൈനസ്, അങ്ങയുടെ തീരുമാനം അത് എന്ത് തന്നെയാണെങ്കിലും ഞാൻ പൂർണ്ണമായും അംഗീകരിക്കും. അങ്ങ് തോറിയനെയാണ് അനന്തരാവകാശിയാക്കുന്നതെങ്കിൽ ഞാൻ ഉറപ്പായും തോറിയനൊപ്പമായിരിക്കും. അലോഷ്യസിന് രണ്ട് ചിന്തയില്ല. റൂഫസ് റൈസ് ഏത് ശരിയെന്ന് പറയുന്നു അതാണ് അലോഷ്യസിന് ശരി. 100% വെസ്ലൂക്കോസിയോട് കൂറു പുലർത്തുന്ന അലോഷ്യസ് അയാളുടെ അഭിപ്രായം ആ അവസരത്തിലും അങ്ങനെ തന്നെ പറഞ്ഞു. അലോഷ്യസ് കൂടി ആ അഭിപ്രായം പറഞ്ഞതും പല പ്രമുഖരും എണീറ്റ് അവരുടെ അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുകയാണ്. സംസാരിച്ച എല്ലാവരും തോറിയനെ അടുത്ത ഭരണാധികാരി ആക്കണമെന്നാണ് പറയുന്നത്. 8 ആളുകൾ സംസാരിച്ചപ്പോൾ സംസാരിച്ച 8 പേരും തോറിയന് അനുകൂലമായിട്ടാണ് പറഞ്ഞത്. അപ്പോഴാണ് വില്യം എണീറ്റത്. സൗത്തിൽ നിന്നുള്ള മറ്റൊരു സിറ്റിയുടെ ഭരണാധിപനായ വില്യം ഉറക്കെ റൂഫസ് റൈസിനോട് പറഞ്ഞു, യുവർ ഹൈനസ്, എനിക്ക് അടുത്ത ഭരണാധികാരിയായി കാണാൻ ആഗ്രഹമുള്ളത് നമ്മുടെ ലോഗൻ റൈസിനെയാണ്. ലോഗൻ റൈസിനെ പോലെ ശക്തനായ ഒരാളാകണം നമ്മുടെ ഈ വെസ്ലൂക്കോസിയെ നയിക്കേണ്ടത്. ലോഗൻ റൈസിന്റെ മാർഷൽ എബിലിറ്റിയും സിവിൽ കാര്യങ്ങളിലുള്ള അറിവും മറ്റൊരാളിലും നമുക്ക് കാണാൻ കഴിയില്ല. ലോഗൻ റൈസ് വെസ്ലൂക്കോസിയുടെ ഭരണം ഏറ്റെടുത്താൽ ഉറപ്പായും വെസ്ലൂക്കോസിയ മെച്ചപ്പെടുകയുള്ളൂ. എന്റെ അഭിപ്രായത്തിൽ വെസ്ലൂക്കോസിയെ നയിക്കാൻ ഏറ്റവും അനുയോജ്യൻ ലോഗൻ റൈസാണ്. സംസാരിച്ച 9 പേരിൽ 8 പേരും തോറിയൻ റൈസിന് അനുകൂലമായി സംസാരിച്ചപ്പോൾ ഒരേ ഒരാളാണ് ലോഗൻ റൈസിന് അനുകൂലമായി സംസാരിച്ചത്. വില്യത്തിന്റെ ജീവൻ രക്ഷിച്ച വ്യക്തിയാണ് ലോഗന്റെ അമ്മ വിക്ടോറിയ. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലും ലോഗനൊപ്പമേ വില്യം നിൽക്കുള്ളൂ എന്ന് അയാളുടെ ആ വാക്കുകൾ വിളിച്ചു പറയുകയാണ്. 9 പ്രധാനപ്പെട്ട വ്യക്തികളും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു കഴിഞ്ഞതും റൂഫസ് റൈസ് മൈക്ക് വീണ്ടും കയ്യിലെടുത്തു. റൂഫസ് അവരോട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ 9 പേര് സംസാരിച്ചപ്പോൾ 8 പേർ തോറിയനെ അനുകൂലിക്കുകയാണ്, ഒരാൾ ലോഗനെയും അനുകൂലിക്കുകയാണ്. ഓക്കെ, എനിക്ക് മറ്റു ചിലരുടെ അഭിപ്രായം കൂടി അറിയണം. അങ്ങനെ പറഞ്ഞത് റൂഫസ് മൈക്കിനോട് പറഞ്ഞു, ആദത്തിന്റെ അഭിപ്രായം പറയൂ. ആദം സ്പാനറും തോറിയനും ഡസൻ റൈസും ഒരു ടേബിളിന് ചുറ്റും ഇരിക്കുകയാണ്. അവരങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും അവർ സംസാരിക്കുന്നുണ്ട്. അതിനിടയിലാണ് റൂഫസ് റൈസ് ആദത്തിന്റെ അഭിപ്രായം ചോദിച്ചത്. റൂഫസ് റൈസിന്റെ ചോദ്യം കേട്ടതും ടേബിളിന്റെ അടുത്ത് നിന്ന് എണീറ്റ ആദം റൂഫസ് റൈസിനോട് പറഞ്ഞു, ഹൈനസ്, ഞാൻ ഈ നാട്ടുകാരനെ അല്ല. ഇവിടുത്തെ നിങ്ങളുടെ ഈ ആഭ്യന്തര കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. അത് കേട്ടതും റൂഫസ് പറഞ്ഞു, ഹേയ് ആദം സ്പാനർ, ഈ ഡ്രാഗൺ മാർഷിലെ ഒരു സ്റ്റേറ്റ് ആണ് വെസ്ലൂക്കോസിയ. ഡ്രാഗൺ മാർഷിന്റെ ഗോഡ് ഓഫ് വാർ ആണ് ആദം. അതുകൊണ്ട് തന്നെ ആദത്തിന് അഭിപ്രായം പറയാനുള്ള സർവ്വ യോഗ്യതയുമുണ്ട്. ആദം, അഭിപ്രായമല്ലേ, പറഞ്ഞോളൂ. റൂഫസ് റൈസ് പിന്നെയും നിർബന്ധിച്ചതും ആദം ഒരു നിമിഷം നിശബ്ദനായ ശേഷം ഉറക്കെ എല്ലാവരോടും പറഞ്ഞു, അങ്ങ് എന്നോട് വീണ്ടും ചോദിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. വെസ്ലൂക്കോസിയ ഡ്രാഗൺ മാർഷിന്റെ അതിർത്തിയിൽ കിടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. നമ്മുടെ ഡ്രാഗൺ മാർഷിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആണ് വെസ്ലൂക്കോസിയ. ഈ വെസ്ലൂക്കോസിലെ ബ്ലാക്ക് ഡ്രാഗൺ ആർമി ഡ്രാഗൺ മാർഷിലെ ഏറ്റവും വലിയ സേനയുമാണ്. ഈ സേനയെ നയിക്കാനും ഈ വെസ്ലൂക്കോസിലെ മുഴുവൻ ആളുകളെയും ഒരേ കണ്ണിലൂടെ കാണാനും കഴിയുന്ന ഏക വ്യക്തി എന്റെ അഭിപ്രായത്തിൽ ലോഗനാണ്. ലോഗൻ വെസ്ലൂക്കോസിന്റെ ഭരണം ഏറ്റെടുക്കുന്നതാണ് വെസ്ലൂക്കോസിക്കും ഡ്രാഗൺ മാർഷിനും നല്ലത്. അങ്ങനെ പറഞ്ഞിട്ട് ആദം സ്പാനർ അയാളുടെ കസ്റ്റഡിയിലേക്ക് ഇരുന്നു. വെസ്ലൂക്കോസിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ യോഗ്യതയുള്ള ആളല്ല ആദം സ്പാനർ എങ്കിലും ഗോഡ് ഓഫ് വാർ ആദം സ്പാനറുടെ ആ അഭിപ്രായത്തിന് വല്ലാത്ത പ്രാധാന്യമുണ്ട്. ഇപ്പോ വളരെ വ്യക്തമായ 2 ചേരി അവിടെ ഉണ്ടായിരിക്കുകയാണ്. ആദം സ്പാനർ ലോഗൻ റൈസ് ആയിരിക്കും വെസ്ലൂക്കോസിന്റെ ഭരണത്തിൽ വരാൻ
ഏറ്റവും അനുയോജ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞതും ആളുകൾ ആ ഭാഗവും ചർച്ച ചെയ്തു തുടങ്ങി. അത് കണ്ടതും റൂഫസ് റൈസ് വീണ്ടും മൈക്ക് കയ്യിലെടുത്തു. റൂഫസ് ഡസൻ കെയ്റ്റ്സിനെ നോക്കി ഡസൻ കെയ്റ്റ്സിനോട് പറഞ്ഞു, ഏയ് ബ്രദർ, എന്താ ബ്രദറിന്റെ അഭിപ്രായം? റൂഫസ് റൈസിന്റെ ചോദ്യം കേട്ടതും ഡസൻ കെയ്റ്റ്സ് റൂഫസിനോട് പറഞ്ഞു, ഹേയ് ബിഗ് ബ്രദർ, ഞാനൊരു തടവ് പുള്ളിയാണ്. ഒരു തടവ് പുള്ളിക്ക് ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ ഒരു യോഗ്യതയും ഇല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ നിഗമനം. അതുകൊണ്ട് തന്നെ ഞാൻ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ല. ബ്രദർ, അത് വിട്. ഞാൻ ചോദിക്കുന്നത് എൻ്റെ അനുജനോടാണ്. ഈ വെസ്റ്റ് ലൂക്കോസിന്റെ ഭരണം ആർക്ക് കൊടുക്കണമെന്നാണ് നിന്റെ വ്യക്തിപരമായ അഭിപ്രായം? ഡസൻ കെയ്റ്റ്സിനോടുള്ള റൂഫസ് റൈസിന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. ഡസൻ കെയ്റ്റ്സ് ഒരു ഉത്തരം പറഞ്ഞേ പറ്റൂ എന്ന് ആ ചോദ്യം വ്യക്തമാക്കുകയാണ്. അത് കേട്ടതും ഡസൻ കെയ്റ്റ്സ് ഒന്ന് എണീറ്റു. അയാൾ നിശബ്ദനായി ഒരു നിമിഷം ടേബിളിലേക്ക് ഒന്ന് നോക്കി. അതിനുശേഷം എല്ലാവരും നോക്കിയിട്ട് റൂഫസ് റൈസിനോടായി പറഞ്ഞു, നമ്മുടെ ഈ വെസ്റ്റ് ലൂക്കോസിയ ശരിക്കും ശക്തരാൽ ഭരിക്കപ്പെടേണ്ട ഒരു സ്റ്റേറ്റ് ആണ്. ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അസാസിനേഷൻ അറ്റംപ്റ്റും ഈ സിംഹാസനം പിടിച്ചെടുക്കാനുള്ള അറ്റംപ്റ്റും ഒക്കെ പരാജയപ്പെട്ടതിന്റെ കാരണം ലോഗൻ റൈസാണ്. ലോഗന്റെ ബുദ്ധിയും ശക്തിയുമാണ് വെസ്റ്റ് ലൂക്കോസിയുടെ റൂഫസ് റൈസ് വീണ്ടും ആ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള ഏക കാരണം. വിറ്റേക്കർ അതിശക്തനായ ഒരു പോരാളിയാണ്. അയാൾ കൊല്ലപ്പെട്ടുവെങ്കിൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ലോഗൻ റൈസ്. ലോഗനെ പോലെ ശക്തനായ ഒരാൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ വെസ്റ്റ് ലൂക്കോസിന്റെ ഭരണം ഇപ്പോൾ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലുമായി ബന്ധമുള്ള ആരുടെയെങ്കിലും കയ്യിലായിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായം വ്യക്തമാണ്. ഭരണം കൈമാറേണ്ടത് ലോഗൻ റൈസിനാണ്. ലോഗൻ റൈസ് ശക്തനാണ് എന്നതുകൊണ്ട് മാത്രമല്ല ഞാൻ ഈ കാര്യം പറയുന്നത്. എനിക്ക് കുഞ്ഞുനാൾ പോലെ ലോഗനെ അറിയാം. ലോഗൻ ആളുകളെ കാണുന്നതും ആളുകളോട് ഇടപഴകുന്നതും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും ഞാൻ കണ്ടു വളർന്ന ആളാണ്. ലോഗന് ഒരു നല്ല മനസ്സുണ്ട്. ലോഗൻ വെസ്റ്റ് ലൂക്കോസിയുടെ ഭരണം ഏറ്റെടുത്താൽ ലോഗന്റെ അമ്മ വിക്ടോറിയയുടെ ആ സാമർഥ്യം നമുക്ക് ഒരിക്കൽ കൂടി കാണാൻ കഴിയും. പ്രിൻസസ് വിക്ടോറിയ നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. പ്രിൻസസ് വിക്ടോറിയയുടെ ആ എല്ലാ ശേഷിയും അതുപോലെ ഒരാളിൽ ഉണ്ടെങ്കിൽ അത് ലോഗനില ഉള്ളത്. ലോഗനെ വെസ്റ്റ് ലൂക്കോസിന്റെ ഭരണം ഏൽപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ പറഞ്ഞിട്ട് ഡസൻ കെയ്റ്റ്സ് അയാളുടെ സീറ്റിലേക്ക് ഇരുന്നു. വളരെ വ്യക്തമായ ഒരു ചേരിതിരിവാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ആദം സ്പാനറും ഡസൻ കെയ്റ്റ്സും വില്യം ലോഗൻ റൈസ് അടുത്ത കിരീടാവകാശിയാകണമെന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ ഡാമിയനും ബാക്കിയുള്ള മുഴുവൻ ആളുകളും സൂചിപ്പിക്കുന്നത് തോറിൻ റൈസ് രാജാവാകണമെന്നാണ്. എളാര ഇതൊക്കെ കേട്ട് നിശബ്ദയായിരിക്കുകയാണ്. എളാര ഇത്രയും നേരമായിട്ടും ഒരു അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല. നിശബ്ദയായിരിക്കുന്ന എളാരയെ ഒന്ന് നോക്കിയിട്ട് റൂഫസ് റൈസ് തോറിനോട് ചോദിച്ചു, തോറിയൻ, എന്താ നിന്റെ അഭിപ്രായം? ആ ചോദ്യം പ്രതീക്ഷിച്ചിരുന്ന തോറിൻ എണീറ്റു. തോറിൻ റൂഫസ് റൈസിനോടായി പറഞ്ഞു, അച്ഛാ, എൻ്റെ അഭിപ്രായത്തിൽ ഈ വെസ്റ്റ് ലൂക്കോസിന്റെ ഭരണം ജ്യേഷ്ഠൻ ലോഗൻ റൈസ് നടത്തുന്നതാണ് ശരി. എൻ്റെ ചേട്ടനേക്കാൾ നന്നായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരാളും ഈ വെസ്റ്റ് ലൂക്കോസിൽ ഇല്ല. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ലൂക്കോസിന്റെ ഭരണം ചേട്ടൻ നടത്തണം. ചേട്ടന് വേണ്ടി സേനയുടെ ചുമതല ഞാൻ ഏറ്റെടുക്കാം. ഞങ്ങൾ രണ്ടുപേരും ഭരണത്തിലുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഈ നാട് മുന്നോട്ട് അതിവേഗം കുതിക്കും. ലോഗൻ റൈസ് ആയിരിക്കണം അടുത്ത ഭരണാധിപനെന്ന് തോറിൻ റൈസ് പറഞ്ഞപ്പോൾ ഡാമിയനാണ് ഒന്ന് ഞെട്ടിയത്. ഡാമിയൻ അയാളുടെ മകളെ തോറിൻ റൈസിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു തന്നെ തോറിൻ കിരീടാവകാശിയാകും എന്ന് കണ്ടിട്ടാണ്. പക്ഷെ ഇപ്പൊ തോറിൻ ഡാമിയൻ ഇരിക്കുന്ന ആ സദസ്സിൽ എല്ലാവരും കേൾക്കെ ഉറക്കെ പറയുന്നത് അയാൾക്ക് രാജാവാകാൻ താല്പര്യമില്ല, രാജാവാകേണ്ടത് അയാളുടെ ജ്യേഷ്ഠൻ ലോഗൻ റൈസ് ആണെന്നാണ്. തോറിന്റെ അഭിപ്രായം എളാരയും കേട്ടു. എളാരയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. സകല ആളുകളും കണ്ടുകൊണ്ട് നിൽക്കുകയാണ് തോറിൻ റൈസ് അയാളുടെ അഭിപ്രായം വ്യക്തമാക്കിയത്. തോറിന്റെ അഭിപ്രായം കേട്ടതും റൂഫസ് ലോഗനോട് ചോദിച്ചു, ലോഗൻ, നിനക്കെന്താണ് അഭിപ്രായം? ലോഗനോടുള്ള റൂഫസ് റൈസിന്റെ ചോദ്യം കേട്ടതും എല്ലാവരുടെ ശ്രദ്ധയും ലോഗനിലേക്കായി. ലോഗൻ റൂഫസ് റൈസിനോടായി പറഞ്ഞു, അച്ഛാ, എനിക്കും വ്യക്തമായ അഭിപ്രായമുണ്ട്. നമ്മുടെ ഈ വെസ്റ്റ് ലൂക്കോസിയ ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ വെസ്റ്റ് ലൂക്കോസിയെ നന്നായി നോക്കി നടത്താനും എല്ലാവരോടും സമഭാവനയോട് ഇടപഴകാനും സേനയെ മുന്നിൽ നിന്ന് നയിക്കാനും ശക്തനായ ഒരാൾ അനിവാര്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ അതിന് പറ്റിയ വ്യക്തി എൻ്റെ അനുജൻ തോറിൻ റൈസാണ്.
തോറിയനെ അടുത്ത അനന്തര അവകാശിയാക്കണമെന്നാണ് എനിക്ക് അച്ഛനോട് പറയാനുള്ളത്. അതുവരെ ഉണ്ടായിരുന്ന സകല ധാരണകൾക്കും വിരുദ്ധമായി ഡസൻ റൈസിന്റെ ആ അഭിപ്രായം ശരിക്കും ഞെട്ടിച്ചത് ഡസൻ കെയ്റ്റ്സിനെയാണ്. ഒരു ഭരണം കയ്യിലേക്ക് വരുമ്പോൾ അത് വേണ്ടെന്ന് പറയാൻ ഇതാ ചേട്ടനും അനുജനും തമ്മിൽ മത്സരിക്കുകയാണ്. ഡസൻ കേസ് ആരും കേൾക്കാതെ പതുക്കെ പറഞ്ഞു പോവുകയാണ്. ഷേ, യുവമാരിത് എന്താ കാണിക്കുന്നത്? യുവമാർക്ക് വേണ്ടെങ്കിൽ എനിക്ക് തന്നൂടെ? ആ സിംഹാസനം സ്വപ്നം കണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ് ഡസൻ കേസ്. ഇതാ തോറൻ റൈസിന് സിംഹാസനം കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് വേണ്ട, ലോകന് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ലോകനും വേണ്ട. രണ്ടുപേരും ഒരേ അഭിപ്രായമാണ് പറയുന്നത്. രണ്ടുപേർക്കും ആ സിംഹാസനത്തിൽ താല്പര്യമില്ല. ലോകന്റെ അഭിപ്രായം കേട്ടതും റൂഫസ് റൈസ് ഉറക്കെ ലോകനോട് ചോദിച്ചു, ലോകൻ, ഇവിടെ കേട്ട ചർച്ചകളുമായി കണക്ട് ചെയ്തുകൊണ്ട് എനിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവർക്കും നിന്നിൽ ആ താല്പര്യം. അങ്ങനെ റൂഫസ് റൈസ് പറഞ്ഞതും ലോകൻ റൂഫസിനോട് പറഞ്ഞു, അച്ഛാ, അതങ്ങനെയല്ല. ഞാൻ കുറെ നാളുകളായി ഇവിടുന്ന് വിട്ടുനിന്ന ആളാണ്. ഈ സ്റ്റേറ്റിന്റെ സ്പന്ദനം എനിക്ക് ഇപ്പൊ അറിയില്ല. ഞാൻ അതുകൊണ്ടാണ് അങ്ങയോട് ഉറപ്പിച്ചു പറഞ്ഞത് എന്റെ അനുജൻ തോറിയനാകും ഏറ്റവും നല്ല ചോയ്സ് എന്ന്. അത് കേട്ടത് തോറിയ ഉറക്കെ പറഞ്ഞു, ഹേയ് ബ്രദർ, അത് ശരിയല്ല. എന്റെ അഭിപ്രായത്തിൽ ഈ വെസ്റ്റ് ലൂക്കോസ് ഭരിക്കാൻ ഒരേ ഒരാൾക്കേ അവകാശമുള്ളൂ, അത് എന്റെ ബ്രദറിനാണ്. തോറിയൻ, അങ്ങനെ പറയാതെ, നീയാണ് നല്ല ചോയ്സ്. ബ്രദർ, ഈ വെസ്റ്റ് ലൂക്കോസ് ഭരിക്കാൻ ശക്തനായ ഒരാൾ വേണം, ശരിക്കും അറിവുള്ള ആൾ വേണം, ആളുകളുമായി നന്നായി ഇടപഴകുന്ന ആൾ വേണം. അതൊക്കെ എന്റെ ബ്രദറുമായി കണക്ട് ചെയ്ത കാര്യങ്ങളാണ്. ബ്രദറിനെ പോലെ സുമുഖനായ, ബ്രദറിനെ പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, ബ്രദറിനെ പോലെ ശക്തനായ ഒരാൾക്ക് ഈ സ്റ്റേറ്റ് നയിക്കാൻ പറ്റും. അങ്ങനെ തോറിയൻ തീർത്തു പറഞ്ഞതും ലോകൻ തോറിയനോട് പറഞ്ഞു, തോറിയൻ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതാനും വർഷങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് നിന്നിൽ എത്തിച്ചേരാവുന്ന കാര്യങ്ങളാണ്. ലോകനും തോറിയനും പരസ്പരം തർക്കിക്കുന്ന കണ്ടതും റൂഫസ് റൈസ് എല്ലാവരോടും പറഞ്ഞു, ഓക്കെ, നമുക്ക് തൽക്കാലം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ നിങ്ങളുടെയൊക്കെ അഭിപ്രായം അറിയാൻ വേണ്ടി ചർച്ചയ്ക്ക് ഈ വിഷയം വെച്ചേ ഉള്ളൂ, ഇനിയും സമയമുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞ് റൂഫസ് ആ വിഷയം അവിടെ കട്ട് ചെയ്തു. ആ ബൊഫെ പരിപാടി കഴിഞ്ഞതും ഡസ്റ്റിനെ റൂഫസ് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് വിളിപ്പിച്ചു. ലോകനും റൂഫസും മാത്രമായതും റൂഫസ് ലോകനോട് പറഞ്ഞു, ലോകൻ, സത്യമായിട്ടും നീ എൻ്റെ അനന്തരാവകാശി ആകണമെന്ന് ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങിയിട്ട് വർഷം 20 കഴിഞ്ഞു കാണും. നീ ഒരു ശക്തനായ നേതാവായി വളരുമെന്ന് നിന്റെ വളർച്ച കുഞ്ഞിലെ തന്നെ നിരീക്ഷിക്കുന്ന എനിക്ക് ഉറപ്പാണ്. ലോകൻ, നീ ശക്തനായ ഒരു രാജാവായി മാറുമെന്ന് നിന്നെ കാണുമ്പോൾ ഞാനും നിന്റെ അമ്മയും പലപ്പോഴും പറയാറുണ്ടായിരുന്നു. നിന്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു ഈ വെസ്റ്റ് ലൂക്കോസിന്റെ ഭരണം നിന്റെ കയ്യിൽ എത്തണമെന്നുള്ളത്. ലോകൻ, നീ ഉറപ്പായും ആ ആഗ്രഹത്തിന് എതിർ നിൽക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. റൂഫസ് റൈസ് പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ലോകൻ റൂഫസ് റൈസിനോടായി പറഞ്ഞു, അച്ഛാ, അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഒരിക്കലും എന്നെ ഒന്നിനും നിർബന്ധിക്കില്ലായിരുന്നു. അച്ഛാ, എനിക്ക് ഈ ഭരണത്തിലോ സ്വത്തിലോ ഒന്നും ഒരു താല്പര്യമില്ല എന്നതാണ് സത്യം. സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് രാജാവാകാൻ തീരെ താല്പര്യമില്ല. ഞാൻ അച്ഛനോട് വീണ്ടും പറയുകയാണ്, അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഒരിക്കലും എന്നെ നിർബന്ധിക്കില്ലായിരുന്നു. ഡസൻ റൈസ് ആ വാചകം രണ്ടാമതും ആവർത്തിച്ചപ്പോൾ റൂഫസിന്റെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു. ഏതാനും നിമിഷ നേരം നിശബ്ദനായിരുന്ന റൂഫസ് ഡസ്റ്റിനോട് പറഞ്ഞു, ലോകൻ, ശരിയാണ്, ഞാൻ നിന്നെ മനസ്സിലാക്കുന്നതിൽ ലേശം പിന്നോക്കം പോയോ എന്ന് എനിക്കൊരു സംശയം. നിന്റെ അമ്മ ഒരിക്കലും നിന്നെ ഒന്നിനും നിർബന്ധിക്കില്ലായിരുന്നു. നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനും ഇഷ്ടമുള്ള ശൈലി ജീവിക്കാനും നിന്റെ അമ്മ അനുവദിക്കുമായിരുന്നു. ഞാൻ ലേശ സ്വാർത്ഥത ഉള്ളത് കൊണ്ടാകാം ഇപ്പോൾ ഈ സിംഹാസനത്തിലേക്ക് നിന്നെ കെട്ടിയിടാൻ നോക്കുന്നത്. ഓക്കെ ലോകൻ, നമുക്ക് തൽക്കാലം ഈ വിഷയം ഇടാം. ലോകൻ, നിന്നോട് ഞാൻ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. എനിക്ക് അധികം നാളുകളൊന്നുമില്ല. ഞാനും നിന്റെ അമ്മയും ശരിക്കും പാടുപെട്ട് ബിൽഡ് ചെയ്ത ഒരു സ്റ്റേറ്റാണ് ഈ വെസ്റ്റ് ലൂക്കോസിയ. ഇത് നശിക്കാൻ നീ ഒരിക്കലും അനുവദിക്കരുത്. റൂഫസ് അങ്ങനെ പറഞ്ഞതും ഡസൻ റൂഫസിനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് തൽക്കാലം ഈ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്ക് ഒരു കടപ്പാടുണ്ട്. ലോകൻ, കടപ്പാടോ? ആരോട്? അച്ഛാ, മാർഗരറ്റിന് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു. നേരത്തെ അങ്കിൾ ബായിലി ഡ്രാഗൺ വെയിൻ മുറിച്ചപ്പോൾ അത് 5 കഷ്ണങ്ങളായി 5 ഭാഗത്തേക്ക് പോയി. ആ ഡ്രാഗൺ വെയിൻ തിരിച്ചു പിടിക്കാൻ മാർഗരറ്റിനെ സഹായിക്കാമെന്ന്
ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആ വാക്ക് പാലിക്കണം. എനിക്ക് അതുകൊണ്ട് മാർഗരറ്റിനോടൊപ്പം കുറച്ച് ദിവസം നിന്നേ പറ്റൂ. ലോകൻ, അതാണ് കാര്യം. ലോകൻ, നീ മാർഗരറ്റിനെ സഹായിക്കാനായി ഇഷ്ടംപോലെ സമയമെടുത്തോ, അതിനൊന്നും ഞാൻ എതിരല്ല. അപ്പോഴും ഞാൻ നിന്നോട് പറയുന്നത് ഒരു കാര്യമാണ്, ഒരു കാരണവശാലും നീ വെസ്റ്റ് ലൂക്കോസിലെ ആളുകളെ അനാഥരാക്കരുത്. റൂഫസ് റൈസ് ലോകനോട് പല കാര്യങ്ങളും ആ രാത്രി സംസാരിച്ചു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ റൂഫസ് റൈസ് ഡസൻ കെയ്റ്റ്സിനെ അദ്ദേഹത്തിന് അടുത്തേക്ക് വിളിപ്പിച്ചു. നിനക്ക് ഞാൻ 2 ചാൻസ് തരാം. ഇഷ്ടമുള്ളത് നിനക്ക് എടുക്കാം. ഒന്ന്, നിനക്ക് വെസ്റ്റ് ലൂക്കോസിൽ കഴിയാനുള്ള അവസരമാണ്. നിന്റെ എല്ലാ അധികാരങ്ങളും ഞാൻ എടുത്തു മാറ്റും. ഒരു സാധാരണ പൗരനായി നിനക്ക് ഇവിടെ കഴിയാം. മറ്റെങ്ങോട്ടെങ്കിലും പോയി നിനക്ക് സുഖമായി താമസിക്കാനുള്ളതാണ് രണ്ടാമത്തെ അവസരം. ഇതിലേത് വേണമെന്ന് നീ തീരുമാനിക്കണം. റൂഫസ് റൈസ് അങ്ങനെ പറഞ്ഞപ്പോൾ ഡസൻ കേസ് റൂഫസിനോട് പറഞ്ഞു, ചേട്ടാ, ഞാൻ രണ്ടാമത്തത് എടുക്കാം. ഞാൻ ഇവിടെ 20 വർഷത്തോളം സേനയുടെ തലപ്പത്തിരുന്ന വ്യക്തിയാണ്. ഒരു അധികാരവുമില്ലാതെ ഒരു സാധാരണ പൗരനായി ഇവിടെ ഇങ്ങനെ കഴിയാൻ എനിക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ ഈ നാട് വിട്ട് മറ്റെങ്ങോട്ടെങ്കിലും പോവാം. റൂഫസ് റൈസിന്റെ അനുജൻ ഡസൻ കെയ്റ്റ്സ് അയാളുടെ തീരുമാനം പറഞ്ഞതും റൂഫസ് റൈസ് അത് അനുവദിച്ചു. ഡസൻ കെയ്റ്റ്സിന് ആവശ്യമായ എല്ലാ സാമ്പത്തിക സഹായങ്ങളും റൂഫസ് റൈസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഡസൻ കെയ്റ്റ്സ് ആ രാത്രി തന്നെ വെസ്റ്റ് ലൂക്കോസ് വിട്ടു. ഈ സമയത്ത് ആൽബർട്ട് ഒരു സേനയുമായി ഡസൻ കൊടുത്ത മാപ്പ് ഫോളോ ചെയ്ത് ഒരു പ്രത്യേക സ്ഥലത്തെത്തി. അവിടെ വൻതോതിൽ ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലുമായി കണക്ട് ചെയ്ത ആളുകളുണ്ട്. പക്ഷെ അവരൊന്നും തന്നെ ആൽബർട്ടിന്റെ കൂടെയുള്ള ബ്ലാക്ക് ഡ്രാഗൺ ആർമിക്കും പകരമാകില്ല എന്നതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അതിവേഗം അവരെ ഒഴിവാക്കി ആ സമ്പത്ത് വെസ്റ്റ് ലൂക്കോസിലേക്ക് കൊണ്ടുവന്നു. ആ സമ്പത്തുമായി വെസ്റ്റ് ലൂക്കോസിലേക്ക് ട്രക്കുകൾ വരുന്ന കാഴ്ച ഒരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. എത്രയോ കാലങ്ങളായി ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ സ്വരൂപിച്ച സ്വത്തുക്കൾ സ്വർണമായിട്ടും രത്നമായിട്ടും മറ്റ് അമൂല്യ വസ്തുക്കളുമായിട്ടും ആ ബിൽഡിങ്ങിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അനവധി ട്രക്കുകളിലായിട്ടാണ് ആ സമ്പത്ത് വെസ്റ്റ് ലൂക്കോസിലേക്ക് വന്നത്. ശരിക്കും ആ സമ്പത്ത് അടുത്ത 25 കൊല്ലത്തേക്ക് വെസ്റ്റ് ലൂക്കോസിലെ മുഴുവൻ സേനയും തീറ്റിപ്പോറ്റാൻ പര്യാപ്തമായ അത്രയും അളവിലുണ്ട്. വെസ്റ്റ് ലൂക്കോസിലെ സേനയെ മാത്രമല്ല, എൻ്റെ ജനതയും തീറ്റിപ്പോറ്റാൻ വേണ്ട പണമാണ് സ്വർണമായിട്ടും രത്നമായിട്ടും മറ്റ് അമൂല്യ വസ്തുക്കളായിട്ടും ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിൽ സൂക്ഷിച്ചു വെച്ചിരുന്നത്. ആ സമ്പത്ത് വെസ്റ്റ് ലൂക്കോസിൽ എത്തിയതും ഡസൻ റൈസ് റൂഫസ് റൈസിനോട് പറഞ്ഞു, അച്ഛാ, ഈ സമ്പത്ത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, നമുക്ക് നമ്മുടെ കൂടെ നിന്ന ആളുകൾ കൂടി ഇതിന്റെ ഭാഗം വീതം വെച്ച് കൊടുക്കണം. സൗത്തിൽ നിന്നുള്ള ആ 3 സിറ്റികളിലെ തലവന്മാർ ഡസൻ റൈസിന് ഒപ്പം നിന്നവരാണ്. വില്യം, ഡാമിയനും അതുപോലെ അലോഷ്യസും. അവർക്ക് 3 പേർക്കും നല്ല വിഹിതം കൊടുക്കണമെന്ന് ഡസൻ പറഞ്ഞതും റൂഫസ് റൈസ് സമ്മതിച്ചു. ആ 3 പേർക്കും ആവശ്യമായ സമ്പത്ത് കൈമാറി കഴിഞ്ഞതും ബാക്കിയുള്ള 5 പേരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയാണ്. നോർത്തിൽ നിന്നുള്ള ആ 4 ആളുകളും സൗത്തിൽ നിന്നുള്ള നാൻപാങ്കിന്റെ കാര്യത്തിലാണ് തീരുമാനമായത്. 5 പേരെയും ജീവപര്യന്ത തടവിനാണ് റൂഫസ് റൈസ് ശിക്ഷിച്ചത്. ആ 5 തലവന്മാരെയും ജയിലിലാക്കിയതിനു ശേഷം അവിടെ പുതിയ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള പരിപാടി തുടങ്ങി. ഈ സമയത്താണ് ആൽബർട്ട് ഒരു ബോക്സുമായി ഡസൻ റൈസിനെ സമീപിച്ചത്. ഒരു വലിയ ബോക്സാണ് ആൽബർട്ട് കൊണ്ടുവന്നത്. ഹൈനസ്, എൻ്റെ കയ്യിൽ ഒരു പെട്ടിയുണ്ട്. ആൽബർട്ടിന്റെ കയ്യിരിക്കുന്ന പെട്ടി ഡസൻ റൈസ് കണ്ടതാണ്. ആ പെട്ടിയെക്കുറിച്ച് തന്നെയാണ് ആൽബർട്ട് സൂചിപ്പിക്കുന്നത്. എന്താ ആൽബർട്ട്? ഹൈനസ്, പെട്ടിയിലുള്ളത്. അങ്ങനെ പറഞ്ഞിട്ട് ആൽബർട്ട് നിർത്തിയതും ഡസൻ റൈസ് ആൽബർട്ടിനോട് ചോദിച്ചു, ലോറൻസിയാണോ? ഡസൻ റൈസിന്റെ ചോദ്യം കേട്ടതും ആൽബർട്ട് നിശബ്ദനായി ആ പെട്ടിയിലേക്ക് നോക്കി. 3 ദിവസത്തെ സമയമാണ് ലോറൻസോയ്ക്ക് ഡസൻ റൈസ് കൊടുത്തിരുന്നത്. കുടുംബത്തിലേക്ക് മടങ്ങിയ ലോറൻസോ അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കൊപ്പം ആവശ്യത്തിന് സമയം ചെലവഴിച്ചിട്ട് അയാളുടെ ശവസംസ്കാരം എങ്ങനെ നടത്തണമെന്നുള്ള കാര്യങ്ങൾ വരെ ചർച്ച ചെയ്തതിനു ശേഷമാണ് അയാൾ സ്വയം ജീവനൊടുക്കിയത്. അയാൾ തന്നെ വാളുപയോഗിച്ച് അയാളുടെ തല ഖണ്ഡിക്കുകയായിരുന്നു. അയാളുടെ ആ അറ്റുപോയ തലയാണ് പെട്ടിയിലാക്കി ആൽബർട്ട് ഡസന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. ഡസൻ റൈസിന് ഏറെ അടുപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ലോറൻസോ. ആ ലോറൻസോ 11 കൊല്ലങ്ങൾക്ക് മുമ്പ് അയാളുടെ അമ്മയ്ക്കൊപ്പം ഒരു പോരാട്ടം നടത്തി എന്നാണ് ഈ വർഷങ്ങളിലൊക്കെയും ഡസൻ റൈസ് സ്വയം കരുതിയിരുന്നത്. അന്ന് ഫോർബ്ലൻ സിറ്റിക്ക് സമീപത്ത് നടന്ന ആ യുദ്ധത്തിൽ ലോറൻസോ കൊല്ലപ്പെട്ടിരുന്നു എന്നാണ് ഡസൻ റൈസ് വിശ്വസിച്ചിരുന്നത്. കാലങ്ങൾക്ക് ശേഷമാണ് ഡസൻ റൈസ് ലോറൻസിന്റെ കഥ തിരിച്ചറിയുന്നത്.
അയാൾക്ക് ജീവനുണ്ടെങ്കിലും മരിച്ചതുപോലെ കിടക്കുകയായിരുന്നു. അയാളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് ഡസ്റ്റിനാണ്. അതിനുശേഷമാണ് ഡസ്റ്റിൻ ആ കാര്യം തിരിച്ചറിഞ്ഞത്. ലോറൻസോ ഒരു ചതിയനായിരുന്നു. പക്ഷെ ആ ചതിക്കാനുള്ള കാരണം ഇപ്പോ ഡസ്റ്റിനും അറിയാം. ലോറൻസോയുടെ ഭാര്യയും മക്കളും ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കൗൺസിലിലെ വിറ്റേക്കളുടെ നിയന്ത്രണത്തിലായിരുന്നു. അതുകൊണ്ടാണ് അയാൾക്ക് നിവൃത്തിയില്ലാതെ ഡസ്റ്റിൻ റൈസിനെ ചതിക്കേണ്ടി വന്നത്. ആ കഥ ഡസ്റ്റിന് അറിയാം. അതുകൊണ്ട് തന്നെ ഡസ്റ്റിൻ ആൽബർട്ടിനോട് പറഞ്ഞു, ഓക്കെ ആൽബർട്ട്, എനിക്ക് ആ തല കാണണ്ട. അയാളുടെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചല്ലോ അല്ലേ ഹൈനസ്? അതെല്ലാം ശരിയായി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആൽബർട്ട് ഡസ്റ്റിൻ റൈസിനോട് പറയുമ്പോൾ ഡസ്റ്റിൻ റൈസ് ഇരിക്കുന്ന ആ റെസ്റ്റോറൻറ്റിലേക്ക് വെളുത്ത വസ്ത്രം ധരിച്ച, മുഖാവരണം ധരിച്ച ഒരു സുന്ദരി നടന്നു വരികയാണ്. അത് മറ്റാരുമല്ല, മാർഗറ്റ് ആണ്. മാർഗറ്റ് ഡസ്റ്റിന്റെ ഓപ്പോസിറ്റുള്ള സീറ്റിൽ വന്നിരുന്നു. മാർഗറ്റ് നേരെ എതിരെ വന്നിരുന്നതും ആൽബർട്ട് മാർഗറ്റിനോടും ഡസ്റ്റിനോടും യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറി. മാർഗറ്റ് ഡസ്റ്റിനോട് പറഞ്ഞു, ലോഗൻ, നമ്മുടെ കരാർ അനുസരിച്ച് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സമയമായി. മാർഗരറ്റിന് ഡസ്റ്റിൻ കൊടുത്തിരിക്കുന്ന വാക്കനുസരിച്ച് ഡസ്റ്റിൻ ഇനി മാർഗരറ്റിന് ഒപ്പം നിന്ന് ആ ഡ്രാഗൺ വെയിനുകൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ചിതറി വീണിരിക്കുന്ന ആ ഡ്രാഗൺ വെയിനുകൾ കണ്ടുപിടിക്കാനായുള്ള മാർഗരറ്റിന്റെയും ഡസ്റ്റിൻ റൈസിന്റെ യാത്രയാണ് അടുത്ത ഭാഗം എന്ന് പറയുന്നത്. സീസൺ 2 ആ ഭാഗം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സീസൺ 1 ഇന്നിവിടെ അവസാനിക്കുന്നു എന്നാണ്. എനിക്കൊപ്പം ഡസ്റ്റിൻ റൈസിന്റെ കഥ കേൾക്കാനായി എന്നോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി പറയാനായി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഡസ്റ്റിൻ റൈസിന്റെ കഥയുടെ 2ാം ഭാഗത്തിന്റെ എഴുത്ത് നടന്നു വരുന്നതേ ഉള്ളൂ. ആ കഥ എഴുതി പൂർത്തിയാകാറാകുമ്പോൾ നമുക്ക് കഥ തുടങ്ങാം. അതുവരേക്കും ഡസ്റ്റിൻ റൈസിന്റെ കഥയിൽ നിന്ന് നമ്മൾ തൽക്കാലം ഒന്ന് മാറുകയാണ്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു കഥയുമായി നേരിൽ കാണാം. ഇതുവരെ ഡസ്റ്റിൻ റൈസിന്റെ കഥ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ എന്റെ സ്നേഹം ഞാൻ പ്രകടിപ്പിക്കുകയാണ്.